സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസുകളുടെ നടത്തിപ്പിൽ സർക്കാരിന് ഉദാസീനതയെന്ന് ഹൈക്കോടതി. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, പറയൂ വിശദാംശങ്ങൾ. ജസ്റ്റിസ് DK സിംഗാണ് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ പാതയുടെ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട് 2018 സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. അത് മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ നിയമങ്ങൾക്ക് ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി എതിർകക്ഷികൾ രംഗത്തെത്തി. ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടായത്. സർക്കാർ ഇത്രയും നാളായിട്ട്, അതായത് 4 വർഷമായിട്ടും ഈ കേസിൽ എതിർ സത്യവാങ്മൂലം നൽകാൻ തയ്യാറായിട്ടില്ല. സർക്കാർ പരമോന്നത നീതിപീഠത്തോട് അനാദരവ് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് കോടതി ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് അത് ഹാജരായിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിലാണ് കടുത്ത അതൃപ്തി ഹൈക്കോടതി രേഖപ്പെടുത്തിയത്. ഇനി ഇത്തരം കേസുകളിൽ സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകാൻ വൈകുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ 1.5 ലക്ഷം രൂപ പിഴ നൽകേണ്ടി വരുമെന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി നൽകുന്നുണ്ട്. സർക്കാർ ഇത്തരത്തിലുള്ള ഉദാസീനത തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയിൽ കേസുകൾ കുമിഞ്ഞുകൂടുന്നത് എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നു എന്നൊരു വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ആകെ ഉയർന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയത്. SK. ഓക്കെ, താങ്ക് യു.